മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കളെയും മുതിർന്നവരെയും കാരണവന്മാരെയും ബഹുമാനിക്കാതിരുന്നിട്ടുള്ളൂ, സ്നേഹിക്കാതിരുന്നിട്ടുള്ളൂ, സഹായിക്കാതിരുന്നിട്ടുള്ളൂ. 5 കൊല്ലരുത്, മറ്റുള്ളവരെ വെറുക്കുക, വേദനിപ്പിക്കുക, വിദ്വേഷം വെച്ച് പുലർത്തുക എന്നിവ ചെയ്തിട്ടുള്ളൂ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോയിട്ടുള്ളൂ, നിരാശയിൽ ജീവിച്ചിട്ടുള്ളൂ. വ്യഭിചാരം ചെയ്യരുത്, ജഡിയാസക്തി ഏതെങ്കിലും വിധത്തിൽ മോഷ്ടിക്കാൻ ഇടയായിട്ടുള്ളൂ, അർഹിക്കാത്തത് എടുത്തിട്ടുള്ളൂ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നിട്ടുള്ളൂ. 8 കള്ളസാക്ഷി പറയരുത്, നുണ പറഞ്ഞു പോയിട്ടുള്ളൂ, സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു പോയിട്ടുള്ളൂ. 9 അന്യ ഭാര്യയെയോ ഭർത്താവിനെയോ മോഹിക്കരുത്, ആസക്തിയോടെ സ്ത്രീ പുരുഷന്മാരെ മോഹിയിരുന്നു, വികാരങ്ങൾ അടിമപ്പെട്ട് പാപം ചെയ്തിട്ടുണ്ട്, സംസാരം, നോട്ടം, സ്പർശനം, സന്ദേശത്തിലൂടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. 10 അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അത്യാഗ്രഹത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്, ഉള്ളതിൽ തൃപ്തിപ്പെടാതെ ജീവിച്ചിട്ടുണ്ട്, ലഭിച്ചതിന് നന്ദി അർപ്പിക്കാതെ ജീവിച്ചിട്ടുള്ളൂ. പോയ നിമിഷങ്ങൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമായതിനെ പ്രതി എന്റെ കടത്ത ദോഷങ്ങൾ, എന്റെ സ്വകാര്യ പാപങ്ങൾ, ലഭിക്കാത്ത അവസ്ഥ, ദുശീലങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ദൈവസേവനത്തിനും പരസ്നേഹത്തിനെതിരെ വന്നു പോകാനുള്ള അപേക്ഷിക്കുക. ഈശോയെ പാപത്തിൽ വീണ്ടും ജീവിക്കുന്ന മക്കളുണ്ട്, സാധാരണ അടിമയായിത്തീരുന്ന മക്കൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിനെതിരെ അടിമപ്പെട്ടവർ, ക്ലേശതയ്ക്ക് അടിമപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, എല്ലാവരിലും കുറ്റം കാണുന്നവർ, കുറവ് കാണുന്നവർ, ജാതിപ്പെടുന്ന മക്കൾ, ആ വീട്ടിൽ ജീവിക്കുന്ന മക്കൾ, എളിമയില്ലാത്ത മക്കൾ, ഒറ്റപ്പെട്ടു പോയവർ, അഹങ്കാരം നിറഞ്ഞ മക്കൾ, മനസ്സ് മടുത്ത് ജീവിക്കുന്നവർ, ഒരു ഭാവിയുമില്ല എന്ന് സാധിപ്പെടുന്നവർ, നിരാശപ്പെട്ട മക്കൾ, വഴിവിട്ട ബന്ധങ്ങളിൽ ഉൾപ്പെട്ടു പോയവർ, ക്ഷീണിച്ച മക്കൾ, തളർന്ന മക്കൾ, എല്ലാവരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് മുട്ടുമടക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ അന്തോണീസിന്റെയും സ്തുതിക്കായി ഒരുക്കിയിരിക്കുന്ന നേർച്ചക്കണ്ണിയെ ആശീർവദിക്കണമേ. ഇത് ഞങ്ങൾക്കായി നൽകിയവരെയും ഒരുക്കിയവരെയും ഭക്ഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പറ്റുകയാണെന്ന സൗകര്യം കരുണാലയത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ തിരുകർമ്മങ്ങൾക്ക് ശേഷവും പരിശുദ്ധ അടിമയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. വൈദികർ അവിടെ സന്നിഹിതരായി.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അളവില്ലാത്ത സകലനന്മസ്വരൂപിയായിരിക്കുന്ന സർവ്വേശ്വരൻ കർത്താവേ, ഇനിയും അങ്ങേയറ്റം ആവശ്യമായ നിസ്സീമപ്രതാപമായ മനുഷ്യസംഗതിയെ പ്രാർത്ഥിക്കുവാൻ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവ്, ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ ഉത്ഭവപ്പെട്ട് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും ബുദ്ധിമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഗോപുരത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ പ്രസാദത്തിന്റെ മാതാവേ, പ്രകാശയുടെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അതിന്റെ വിദഗ്ധയായ മാതാവേ, മറ്റ് കന്യകയായ മാതാവേ, യജ്ഞത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, കർത്താവിന്റെ മാതാവേ, തിരുസഭയുടെ മാതാവേ, അരുമയുടെ മാതാവേ, ഈശ്വരന്റെ മാതാവേ, ഏറ്റവും വിവേകവതിയായ കന്യകേ, സ്തുതിക്ക് യോഗിയായ കന്യകേ, മഹാവല്ലഭയായ കന്യകേ, അരിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, വിജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ,
അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലത്വം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉച്ചകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭക്തന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരോഗ്യമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗാരൂപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവീശ്വരന്റെ പുണ്യയോഗ്യനായ മാതാവേ, ഇസ്രായേലിന്റെ പാപങ്ങളെ കേൾക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഭാവിയിലെയും അനുഗ്രഹീതമായ ദൈവമാതാവേ, സർവ്വനാമത്തിലും ഇപ്പോഴും ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ ഐശ്വര്യമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി അഭിവകരണയിരിക്കുന്ന ഈ കുടുംബത്തിന്റെ നിർമ്മാണം വിധികഴിയാൻ വിശ്വോടിയുടെ അപേക്ഷ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശ്വാസികളുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരയണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, പരിശുദ്ധരാജ്ഞി, കരുണയുള്ളവളായ സൃഷ്ടി, ഞങ്ങളുടെ ജീവൻ ആഗ്രഹവും ശരണവും സൃഷ്ടി, അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കടലിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലവിളിപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥരെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരികെയാണ്. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീതമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും ആദരവും നിറഞ്ഞ പ്രത്യേകമായതിനെ ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവശക്തിയും വിധിയുമായ സർവീശ്വരൻ ഭാവിയായ മധ്യത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്താൽ അങ്ങ് ദിവ്യപുത്രന്റെ യോഗ്യമായ ഈടമായിരിക്കാൻ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദിവ്യമാതാവിനെ നിമിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയിൽ അപേക്ഷിക്കാൻ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ചെയ്യുകയാണ്. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവിശ്വാസികളായ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെയാണ്.